സാർ ഇതിൽ സാറ് ജിം എന്ന് പറഞ്ഞിട്ടൊരു പട്ടി അതിൻ്റെ ഒരു കഥാപാത്രത്തെ സാർ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വിധത്തിലാണെങ്കിൽ ആ പട്ടി വീട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടതും പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ ഭീതി ഉളവാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സാറ് ആ നോവലിലൂടെ ഉടനീളം ആ പട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവസാനം ആ പട്ടി മരിക്കുമ്പോൾ ആ പട്ടിയുടെ ശവമടക്കിൽ പോലും പല പ്രത്യേകതകളും സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തരാമോ? സാർ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഈ കഥയിലേക്ക് എഴുത്തിലേക്കൊക്കെ വരാൻ അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് വരാനുള്ള സാറിൻ്റെ കാരണം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയല്ലോ ഉണ്ടോ? ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയെ പറ്റി സാറിനുള്ള അഭിപ്രായം എന്താണ്? സാർ സാർ ഈ നോവലിൽ പറഞ്ഞിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ ധാരയെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തെക്കുറിച്ചും അതിൻ്റെ കടന്നുവരവിനെക്കുറിച്ചുമൊക്കെ. അത് വെച്ചിട്ട് ഇന്നത്തെ ജനറേഷൻ എത്തി നിൽക്കുമ്പോൾ അത് CJP എന്നൊരു വിദ്യാർത്ഥി സംഘടനയിലേക്ക് വളർന്നു നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? സാർ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട പ്രണയം എല്ലാ സാമൂഹിക അതിർവരുമ്പുകളെയും ലംഘിച്ചുകൊണ്ട് അതിൻ്റെ ആ പ്രണയത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു രീതിയിൽ സാർ എഴുതിയിരിക്കുന്നത്. ആ ഒരു എഴുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ വെച്ച പ്രണയത്തിൽ ഭയങ്കര പവിത്രത നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രണയവുമായിട്ട് ആ വാക്കുകൾക്ക് ബന്ധമുണ്ടോയെന്ന് വായനക്കാർക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞണ്ടുകൾ വായുന്നിടം എന്നതാണല്ലോ തലക്കെട്ട്. അപ്പോൾ തലക്കെട്ടിൻ്റെ ഔചിത്യം ഒന്ന് വ്യക്തമാക്കാമോ? എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? സാറിൻ്റെ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലെയും ശീർഷകത്തിലെ പേരുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് പല വൈവിധ്യമാർന്നാണല്ലോ കൊണ്ടുവരുന്നത്. അതായത് കഴിമരത്തിലെ കുമ്പസാരം അങ്ങനെ തുടങ്ങിയ. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാനുള്ളത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊക്കെ കൊണ്ടുവരാനുള്ള സാറിൻ്റെ ആ ഒരു ഇത് എന്തുമാത്രമാണ് അത് കൊണ്ടുവരാൻ സാധിച്ചത്? ഇല്ലെങ്കിൽ അതിന് വല്ല ആത്മബന്ധം അതുമായിട്ട് വല്ല ആത്മബന്ധം ഉണ്ടോ എന്ന് ഒന്ന് പറയാം. സാറ് മീനച്ചിലാറിൻ്റെ ഒരു തുരുത്ത് ഈ കഥയിലെ മെയിൻ ഒരു സ്ഥലമാണല്ലോ. ഈ സ്ഥലത്തെ പറ്റി അങ്ങേക്കുള്ള ആത്മബന്ധം അതാണോ ഈ തുരുത്തിനെ മെയിൻ ഒരു സ്ഥലമായിട്ട് ഈ നോവലിൽ അവതരിപ്പിക്കാനുള്ള കാരണം? ഈ കഥയിൽ പലയിടത്തും കഥാപാത്രങ്ങളിൽ ഭീതി നിറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബോധപൂർവം എഴുത്തിലേക്ക് വന്നതാണോ അതോ സാന്ദർഭികമായി വന്നതാണോ? ഉദയൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് സാർ ആ നോവലിൽ എന്താണ് അതുകൊണ്ട് സാർ ഉദ്ദേശിച്ചത്? അതുകൊണ്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത ആ കഥാപാത്രത്തിലൂടെ സാർ എന്താണ് ഉദ്ദേശിച്ചത്? അതൊന്ന് പറയാമോ? സാർ ഈ കഥയിൽ ഉടനീളം രൂപങ്ങൾ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള അതിൻ്റെ ആ ഒരു പ്രത്യേകത സാർ കൊണ്ടുവരാനുള്ള കാരണം ഒന്ന് വിവരിക്കാമോ? സാർ ഇതിൽ സാറ് ജിം എന്ന് പറഞ്ഞിട്ടൊരു പട്ടി അതിൻ്റെ ഒരു കഥാപാത്രത്തെ സാർ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വിധത്തിലാണെങ്കിൽ ആ പട്ടി വീട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടതും പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ ഭീതി ഉളവാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സാറ് ആ നോവലിലൂടെ ഉടനീളം ആ പട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവസാനം ആ പട്ടി മരിക്കുമ്പോൾ ആ പട്ടിയുടെ ശവമടക്കിൽ പോലും പല പ്രത്യേകതകളും സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തരാമോ?